മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 9. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിരക്ഷരായ ഒരു വൃദ്ധ സ്ത്രീക്ക് ഒരാൾ ബൈബിൾ സമ്മാനിച്ചു. വളരെ കഷ്ടപ്പെട്ട് അതിലൊരു വാക്യം അമ്മച്ചി മനഃപ്പാഠമാക്കി. ആ വാക്യം ഇതായിരുന്നു: നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? മത്തായി 16:26 നമുക്കറിയാവുന്നത്. ഈ വാക്യം ബൈബിളിൽ അടയാളപ്പെടുത്തി. അത് വായിച്ചു വല്യമ്മച്ച് ധ്യാനിച്ചു പോന്നു. ഒരിക്കൽ അമ്മച്ചിക്ക് ആ വാക്യം വഴി അനേകരോട് വചനപ്രഘോഷണം നടത്തണമെന്നൊരു സന്ദേശം ലഭിച്ചു. വല്യമ്മച്ച് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ ഏകയാണ്, പ്രായവും വർദ്ധിച്ചിരിക്കുന്നു, അക്ഷരങ്ങൾ പോലും കൂട്ടി വായിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ അങ്ങനെ വചനം പ്രസംഗിക്കും? കർത്താവ് ചോദിച്ചു, നീ ഏകയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ നിന്നോടുകൂടിയുള്ളപ്പോൾ നീ ഒറ്റയ്ക്കല്ലല്ലോ. പ്രായം വർദ്ധിച്ചിരിക്കുന്നു എന്നോർത്ത് നീ ആകുലപ്പെടുന്ന എന്തിന്? നിനക്ക് വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതും മറ്റുള്ളവർ അത് എളിമയോടെ സ്വീകരിക്കുന്നതും നിന്റെ ഈ വാർദ്ധക്യത്തിലാണ്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയില്ലെങ്കിലും നീ ഇതിനോടകം ഒരു വാക്യമെങ്കിലും കാണാതെ പഠിച്ചല്ലോ. ആ ഒരു വാക്യത്തിലൂടെ തന്നെ അനേകർക്ക് നീ മാതൃകയായിത്തീരും. കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ച് അമ്മച്ചി വചന പ്രഘോഷണത്തിന് ഇറങ്ങി. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പായിരുന്നു പ്രഘോഷണ വേദി. അവിടെ ചിലപ്പോഴൊക്കെ ആളുകൾ ബസ് കയറാനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന വൃദ്ധ കാണുന്നുണ്ടായിരുന്നു. തുറന്നു പിടിച്ച വചനഗ്രന്ഥവുമായി വല്യമ്മ അവരുടെ അടുത്ത് എത്തും. നേരത്തെ കാണാപ്പാടും വചനം ചൂണ്ടിക്കാട്ടി അവർ ചോദിക്കും, മോനെ, ഈ വാക്യമൊന്ന് വായിച്ചു കേൾപ്പിക്കാമോ? അവർ വായിച്ചു കേൾപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്നൊന്നും അമ്മച്ചിയുടെ അടുത്ത ചോദ്യം. ഇല്ലെന്നവർ തലകുലുക്കി സമ്മതിക്കുന്നതോടെ വല്യമ്മ വളരെ ചുരുക്കി ഈശോയെ പറ്റിയും ഈശോ നൽകുന്ന രക്ഷയെക്കുറിച്ചും പറയും. അനേക നാളുകളായി തന്റെ ഈ വചനപ്രഘോഷണം അമ്മച്ചി ഇങ്ങനെ നടത്തിപ്പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ സ്വർഗദൂതന്മാരെത്തി വല്യമ്മയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏകയായി ജീവിച്ച വൃദ്ധയുടെ മൃതസംസ്കാര ചടങ്ങിൽ 100 കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. അവരെല്ലാവരും വല്യമ്മയിലൂടെ ഈശോയുടെ രക്ഷ കണ്ടെത്തിയവരായിരുന്നു. നമുക്കും ഈ വചനപ്രഘോഷണത്തിനായി നമ്മളാലാവുന്ന പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി താഴ്ന്നിട്ടുണ്ടായി എപ്പോഴും എന്നേക്കും. ആമേൻ.